MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലബാർ സ്പെഷ്യൽ കുഞ്ഞിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ കുഞ്ഞിപ്പത്തൽ, കക്കറോട്ടി, ആണപ്പത്തിരി എന്നൊക്കെ പറയാറുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായി ആദ്യം നമുക്കൊരു ബീഫ് കറി റെഡിയാക്കാം. ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർക്കാം. 15 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കുറച്ച് ഉപ്പും ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വാടി വരുമ്പോൾ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും 10 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ പൊടികൾ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്നുകൂടി വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഇനി ബീഫ് ചേർക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത 1/2 കിലോ എല്ലോട് കൂടിയ ബീഫാണ് ചേർക്കുന്നത്. ഇത് നന്നായി കഴുകി ഊറ്റിയെടുത്തതാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. ഈ സമയം കൊണ്ട് പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുക്കാം. ഈ പാത്രത്തിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. പെട്ടെന്ന് തിളക്കാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇത് തിളച്ചു വരുന്ന സമയത്ത് 1/2 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 5 ചുവന്നുള്ളിയും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം അരഞ്ഞു പോകാതെ തരിതരിപ്പായിട്ട് എടുത്താൽ മതി. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി പൊടി ചേർക്കാം. 2 കപ്പ് പത്തിരിപ്പൊടിയാണ് ചേർക്കുന്നത്. 1 കപ്പ് പൊടിക്ക് 1/4 കപ്പ് എന്നുള്ള കണക്കിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിനി 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ചൂടോടുകൂടി തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. പത്തിരിക്ക് പൊടി കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി. കയ്യിലൽപ്പം വെള്ളം പുരട്ടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി കയ്യിൽ അല്പം എണ്ണ പുരട്ടി ഇതിൽ നിന്നും അല്പം എടുത്ത് നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി കുറച്ചെടുത്ത് ചെറിയ ബോളാക്കി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഷേപ്പാക്കി എടുക്കണം. എല്ലാം ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തട്ടിലേക്ക് ഒരു വാഴയില വെച്ചിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ചെറിയ പത്തിരി ആയിട്ടാണല്ലോ നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വെന്തോന്ന് നോക്കാം. ബീഫും ഇപ്പോൾ നന്നായി വെന്തു. ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും ചേർക്കാം. 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് തിളക്കണം. നമുക്ക് ഈ കറിയിലേക്ക് ഇതുകൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ഇനി ഇത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി പത്തിരിയിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയായ കുഞ്ഞിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.